ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൈ പ്രോട്ടീൻ സോയ ചങ്ക്സ് ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗള് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് നല്ല തിളച്ച ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സോയ ചങ്ക്സ് നന്നായി സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഒരു ചോപ്പറിൽ ഒരു തക്കാളി 2ആയി കട്ട് ചെയ്തത്, ഒരു സവാള പീസാക്കിയതും, 2 പച്ചമുളകും, 1/4 ടീസ്പൂൺ ജീരകവും, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും. ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ തിന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീൻസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുത്ത് ഒരു 10-15 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളമൊക്കെ റിലീസാകും. അത് നന്നായി വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കുക. ഇപ്പം നമ്മളുടെ മസാല നല്ലതുപോലെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില തൂക്കി കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുത്താൽ നമ്മളുടെ സ്റ്റഫിങ് റെഡി. ഇനി ഒരു ചെറിയ ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബട്ടർ ഇട്ട് നന്നായി ചൂടായി വരുമ്പോൾ ഒരു ബ്രെഡ് വെച്ച് നന്നായി ബട്ടറിൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് കുറേശ്ശെയായി വെച്ച് കൊടുക്കാം. എന്നിട്ടിത് 2 സൈഡും നന്നായി തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി രുചിയിൽ ഹൈ പ്രോട്ടീൻ സോയ ചങ്ക്സ് ബ്രെഡ് ടോസ്റ്റ് റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.